ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഒരു അടിപൊളി ഒരു മരുന്നുമായിട്ടാണ് സൂപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ദിവസം കൊണ്ട് തലവേദനയാണ്. എപ്പോഴും നമ്മൾ ഈ മൊബൈലൊക്കെ നോക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ കാണുമെങ്കിൽ നന്നായിട്ട് തലവേദന ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ലൈവിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ മൊബൈലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, മൊബൈലൊക്കെ നോക്കുന്നത് കൊണ്ടും പിന്നെ കണ്ണട നമ്മൾ കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ട് ഒക്കെ നമുക്ക് തലവേദന ഉണ്ടാവും. ഒത്തിരി ദിവസം കൊണ്ട് ഇങ്ങനെ തലവേദനയുടെ കാര്യം എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എൻ്റെ ഒരു വലിയ ചേട്ടായി കേട്ടോ, ലൈവിലൊക്കെ വരുന്ന ഒരു വലിയ ചേട്ടായി, റിട്ടയർഡ് ടീച്ചറാണ് കേട്ടോ. അപ്പോഴിങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ തലവേദനയാന്ന് ഒക്കെ പറയുമ്പോഴേ എനിക്കൊരു സൂത്രം പറഞ്ഞു തന്നു കേട്ടോ. ഒരു പിന്നെ പണ്ടുള്ളവരൊക്കെ പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇത്തിരി രാവിലെ മുതൽ ഞാനത് എനിക്കത് മനസ്സിലായി കേട്ടോ. എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാനാണ് വന്നത് കേട്ടോ. ഒരു ഇലയാണ് കരിനെച്ചി എന്ന് പറയുന്ന ഇലയുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞപ്പം വേറൊരു ഇലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പറഞ്ഞ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നേ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നപ്പം അത് ഇല നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ലൈവിലിരുന്നപ്പം തന്നെ പോയി, അങ്ങനെ തന്നെ ഞാൻ പോയി കേട്ടോ, ലൈവ് ഇട്ട് തന്നെ ഞാൻ പോയി. അപ്പോൾ ഈ ചെടിയൊക്കെ കാണിച്ച് ചേട്ടായി പറഞ്ഞ് ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല ഇതാണ് കേട്ടോ, ആ കരിനെച്ചി എന്ന് പറഞ്ഞ ആ പച്ചില മരുന്നിൻ്റെ ഇല ഇതാണ്. തളിരല്ല ദേ ഇതുമാതിരി വയലറ്റ് കളറും. ഇത് തളിരല്ല, അതിൻ്റെ ആ തുമ്പത്തില തളിരല്ല കേട്ടോ, അതൊരു ലൈറ്റ് വയലറ്റ് കളറാണ്. ഇതും വെച്ചാണ് നമ്മൾ ഈ തലവേദനയ്ക്കുള്ള മരുന്ന് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് രാവിലെ മുതൽ നല്ല തലവേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. അപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രവർത്തനം, ലൈവിൽ തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. നമുക്കൊരു മാറ്റം വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ, ഇത് മാത്രം മതി. പക്ഷേ സിമ്പിളാണ് കാര്യം. നമ്മൾ തലവേദനയ്ക്കൊക്കെ എത്രയോ മരുന്നുകളും ഗുളികകളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. ഇതേപോലൊക്കെയുള്ള നമ്മൾ കുഞ്ഞു സൂത്രപ്പണികൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ കേട്ടോ. തലവേദനയ്ക്കൊരു ആശ്വാസം കിട്ടുമോ നോക്കി. എനിക്ക് ആശ്വാസം കിട്ടി, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് സത്യമായിട്ടും. എന്തായാലും എനിക്ക് ഇന്നും വേദനയ്ക്ക് കുറവുണ്ട്. ഈ പച്ചില മരുന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ അപ്പുറത്തോ ഇപ്പുറത്തോ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലവേദന ഉള്ള സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒരു കാര്യവും ഇല്ല. നമ്മുടെ ഈ ഇല കുറച്ചെടുക്കുക. 5-6 ഇലയെന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഉണക്ക് സമയമില്ല, അപ്പോൾ ഇതിനകത്ത് നീര് ചതച്ചാൽ വലിയ നീര് കിട്ടത്തില്ല. ഞാൻ എന്തായാലും ഇതിപ്പോൾ ഞാൻ നനച്ചുകൊണ്ട് വന്നേ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ, നന്നായിട്ട് കാണണ്ടേ. രാവിലെ കൊണ്ടുവച്ചതൊന്നും ഒരു വാട്ടലായി. ഇതിൻ്റെ ഒരു കുറച്ച് ഇല എടുത്ത് നമ്മൾ ഇതേപോലുള്ള ചെറിയ ഉരലിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ അരകലിനകത്തോ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം ഇത് വാരിയെടുക്കുക. എന്നിട്ട് നമ്മുടെ തള്ളവിരലിൻ്റെ നഖത്തേൽ ഇത് ഒപ്പി വെച്ച് കെട്ടി വയ്ക്കുക. സുപ്പ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഒപ്പി വെച്ച് ഇത് നന്നായിട്ട് കെട്ടി വയ്ക്കുക. ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെയാണ് കെട്ടി വെച്ചത്. ഇതിപ്പോൾ ഞാൻ രാവിലെ കെട്ടിയതാണ് കേട്ടോ. രാവിലെ ഞാൻ കെട്ടി വെച്ചത് ഒരു 9:30 ആയപ്പോഴാണ് എനിക്കിങ്ങനെ പോയി ഞാൻ പറിച്ചുകൊണ്ട് വന്ന് 9:30 ആയപ്പോൾ ഞാൻ ഇത് കെട്ടി വെച്ചു. പക്ഷെ നല്ല ആശ്വാസമുണ്ട് എനിക്ക് കേട്ടോ. ഈ തലവേദനയ്ക്ക് ഗുളികയൊന്നും നമുക്ക് കഴിക്കേണ്ട കാര്യമില്ല. ഈ ഇല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമാണ്. അപ്പോഴും സുപ്പ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്. നന്നായിട്ട് ഇടിച്ചെടുക്കുക, അത് വാരിയെടുക്കുക. നമ്മുടെ തള്ളവിരലിൻ്റെ നഖത്തെ ഇത് ഒപ്പി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തുണി വെച്ച് കെട്ടി വയ്ക്കുക കേട്ടോ. കെട്ടി വെച്ച് നമുക്ക് വൈകിട്ട്, പക്ഷേ ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം ചേരുന്നതാണ് പറഞ്ഞത്. ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഈ തലവേദനയൊക്കെ ഇടയ്ക്ക് വരാറുള്ള സമയത്ത് നമുക്കിത് ചെയ്യാം. പക്ഷേ ചേട്ടായി പറഞ്ഞത്, ചേട്ടായിക്ക് പനിയൊക്കെ വരുമ്പോൾ അങ്ങനെ തലവേദനയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നമ്മൾ മൂത്ത ഒരു 63-65 വയസ്സുള്ള ഒരു ചേട്ടായിയാണ്, റിട്ടയർഡ് ടീച്ചറാണ് കേട്ടോ. അപ്പോഴേ ലൈവിലൊക്കെ എപ്പോഴും വരുന്നുണ്ട്. എനിക്ക് നമുക്ക് മരുന്നുകളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അവരൊക്കെ മൂത്തവർ പറയുമ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോഴെപ്പോഴും എനിക്ക് തലവേദനയാ, അങ്ങനെ പെങ്ങളുട്ടി നീ പോയി ഇല പറിച്ചുകൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞാൽ ഞാനിതിപ്പം ചെയ്തത് കേട്ടോ. എനിക്ക് നല്ല തലവേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട് കേട്ടോ.
ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഉറങ്ങാത്തത് കൊണ്ടും ഒക്കെ നമുക്കിതിങ്ങനെ ഉണ്ടാവും. എന്നാലും എനിക്കിപ്പോൾ വേദനയ്ക്കൊരു ആശ്വാസമുണ്ട്, തലവേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട് ഇത് കെട്ടി വെച്ചതോടുകൂടി കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടി വെച്ചത് ഞാൻ കാണിക്കാൻ. 2 തള്ളവിരലെ നമ്മുടെ തള്ളവിരലെ തന്നെ കെട്ടി വെക്കണം. ഞാൻ ഇനിയിപ്പം വൈകിട്ട് അഴിച്ചു മാറ്റുന്നുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ. അതെന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇലയുടെ നീര് നമ്മുടെ നഖത്തിൽ അങ്ങനെയല്ലേ പെരുവിരലിൽ നിന്ന് തലയിൽ ഉച്ചി വരെ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇതിനകത്ത് മന്ത്രങ്ങളോ കൂടുപത്രങ്ങളോ കാണുമായിരിക്കാം. പണ്ടുള്ളവരുടെ കാര്യങ്ങളല്ലേ, അവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാമായിരിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻറ്റിയും ടീച്ചറായിരുന്നു, 2 ടീച്ചർമാരായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ കൂട്ടുകാരിക്കും ഇതേപോലെ ഇങ്ങനെ തലവേദന വന്നുകൊണ്ടേ ഇരുന്നപ്പം ടീച്ചർ അമ്മയും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരുപാട് പേർക്ക് അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി അരച്ച് കരയ്ക്കങ്ങനെ കുടിക്കാനായിരുന്നു. പക്ഷേ അത് സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. നീ ഇല പറിച്ചുകൊണ്ട് വാ എങ്ങോട്ടീന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഇല പറിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് ചതച്ച് വാരി ഇതേ സുപ്പുത കെട്ടി വെച്ചത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കെട്ടി വെച്ചാൽ ഇപ്പം മുറ്റത്തൊന്നും നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ. മുറ്റത്ത് ഇറങ്ങുമ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയാൽ മതി. അകത്ത് തന്നിട്ട് ഞാൻ നടക്കുന്നത്. അപ്പോഴെനിക്കൊരു ആശ്വാസം കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഇല കരിനെച്ചി കേട്ടോ, കരിനെച്ചിയില ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നട്ടുപിടിപ്പിക്കുക കേട്ടോ. എനിക്ക് തോന്നിയത് കമ്പ് കൊണ്ട് നട്ടാൽ കിളിക്കുന്ന ഇലയാണ്. അമ്മാമ്മ അങ്ങനെ പറഞ്ഞത്, കമ്പ് കൊണ്ട് നട്ടതാണ്. എനിക്ക് അവിടെ ഉണ്ടല്ലോ, ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെ ഒരു വലിയ മൂടാണ് കേട്ടോ. ഈ ഇല കരിനെച്ചി എന്ന് പറയുന്ന ഈ ഇല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്ക് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിലരൊക്കെ ഈ തലവേദന കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത്. പിന്നെ ചില തലവേദനകൾ നമ്മൾ മൈഗ്രെയിൻ പോലുള്ളതൊക്കെ നമുക്ക് എന്തായാലും ചികിത്സിച്ച് ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു തലവേദനകളൊക്കെ മാറ്റാൻ ഈ പൊടിക്കൈ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ സുപ്പിൻ്റെ കാല് കാണിച്ചു തരാം. കെട്ടി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തലവേദനയ്ക്ക് ആശ്വാസം ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. എപ്പോഴും ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാല് കെട്ടി വെച്ചേക്കുന്നേ. അപ്പോഴിതാ ഞാൻ രാവിലെ കെട്ടിയതാണ്. ഒരു 9:30 ആയപ്പോൾ ഞാൻ കെട്ടി വെച്ചതാണ് കാല്. തള്ളവിരലെ തന്നെയാണ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത്. വെള്ള തുണി വെച്ചാണ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ള തുണി എടുത്താൽ മതി. ഇതൊരു മരുന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വെള്ള തുണി എടുത്ത് കെട്ടി വയ്ക്കുക. അത് ആ നഖത്തിനകത്തുനിന്ന് തുണിക്കകത്തോട്ട് ആ പച്ചിലയുടെ ആ ഒരു ഇത് വരത്തില്ലേ, നല്ല ആശ്വാസമുണ്ട് എനിക്കിപ്പം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും നമുക്ക് കുറവ് വരത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു രാവിലെ മുതൽ ഈ സമയം വരെ, ഉച്ച സമയമായി ഇതിപ്പം കേട്ടോ, ആ സമയം വരെ എനിക്കിപ്പം നല്ല കുറവുണ്ട്. തലവേദന എടുക്കുന്നതേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മൂത്തവർ പറയുന്നത് എല്ലാം ഒന്നും നമ്മളങ്ങ് കളയരുത് കേട്ടോ, കളഞ്ഞു കുളിക്കരുത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പച്ചമരുന്നുകൾ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ തലവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി ഗുളികയൊക്കെ വാരി കഴിച്ചു. ഉപ്പ് പക്ഷേ ഗുളികയൊന്നും വാങ്ങി കഴിക്കുന്ന ഒരു കക്ഷിയേ അല്ല കേട്ടോ. ഇങ്ങനെ നല്ല ആശ്വാസമുണ്ട്. നമുക്ക് അകത്തൊക്കെ നടക്കാം. പുറത്തിറങ്ങുവാണെങ്കിൽ ചെരുപ്പിട്ടാൽ മതി. ഞാൻ അകത്ത് ചെരുപ്പ് ഇടത്തില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. ഞാൻ ചെരുപ്പൊന്നും ഇടത്തില്ല. പലരും വിചാരിക്കും ചത്തുപോയതല്ല ഇങ്ങനെ കാല് കൂട്ടി വയ്ക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ മരുന്ന് നന്നായിട്ട് തന്നെ എൻ്റെ കാലിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. നല്ല കുറവുണ്ട്. അപ്പോഴും നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുട്ടി പച്ചമരുന്നുകൾ കൊണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ അപ്പോഴവിടെ ഇരിക്കട്ടെ. ഞാൻ വൈകിട്ട് ഇനി ഇത് അഴിച്ചു മാറ്റത്തുള്ളൂ. നല്ല ആശ്വാസമുണ്ട്. അവിടെ ഇരിക്കുന്ന കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വെച്ചേക്കാം. അത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കാം. നാളെ ഒരു 3-4 പ്രാവശ്യം കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. തലവേദനയ്ക്ക് നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോഴിത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ നാട്ടുവൈദ്യം കേട്ടോ, നാട്ടുവൈദ്യം. അപ്പോഴേ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് നോക്കി എനിക്ക് ആശ്വാസം കിട്ടിയിട്ടില്ല ഞാനിത് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇട്ടത്. എനിക്ക് നല്ല ആശ്വാസം തോന്നി. പിന്നെ ചിലപ്പോൾ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കാണൂല ചില സമയത്ത്. എന്നാലും ഈ മരുന്ന് അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. വലിയ പൈസ മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ.
അല്ലേ? ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വലിയ പാടുമൊന്നുമില്ല. ഒരു തുണി എടുക്കുക, കുറച്ച് ചതച്ച് വാരി തള്ളാൻ വരലേ കിട്ടും, അത്ര തന്നെ കേട്ടോ. ഓക്കെ.